എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീരത്തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ആദ്യം തന്നെ ഈ ചീരത്തോരൻ തയ്യാറാക്കുന്നതിനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ചീര തന്നെ ആണല്ലോ. അന്നേരം ആദ്യം തന്നെ ഒരു പിടി ചീര കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഉണക്കക്കൊഞ്ചാണ്. ഉണക്കക്കൊഞ്ചൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പം കുറച്ച് ഉണക്കക്കൊഞ്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തലയും വാലും ആദ്യം തന്നെ മാറ്റിക്കളയണം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഉണക്കിയൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് അഴുക്കുകളും മണ്ണുകളും ഒക്കെ കാണും. അതുകൊണ്ട് തന്നെ ഒരു 3-4 വെള്ളത്തിൽ അതിനെ കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം അടുപ്പത്തേക്കൊരു പാൻ വെച്ച് അതിൽ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ കഴുകിയെടുത്ത ഉണക്കക്കൊഞ്ച് അതിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഈ കൊഞ്ചിൻ്റെ മണമൊക്കെ വരുമ്പോൾ നമുക്കറിയാം. അതുപോലെ ആ ഒരു കളറൊക്കെ ഒരു വ്യത്യാസം വരുമ്പം തീ ഓഫ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ചീരത്തോരന് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള, 1 ടീസ്പൂൺ ജീരകം, എരിവിനനുസരിച്ചുള്ള കാന്താരി മുളക്, 2-3 ടേബിൾ സ്പൂൺ തേങ്ങ, ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയും ഉണക്കച്ചെമ്മീൻ ചീരയ്ക്കകത്ത് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആ വറുത്തെടുത്ത ഉണക്കച്ചെമ്മീൻ ഈ ഒരു തേങ്ങയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നിച്ചൊന്ന് ചതച്ചെടുത്താൽ മതി. ഇനിയും ഇഷ്ടമുള്ളവരാണെങ്കിലും ഒരു 10-12 ഉണക്കക്കൊഞ്ച് വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് നമ്മൾ ഈ ചതച്ചെടുത്ത മിക്സ് ബാക്കി വരുന്ന തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇനിയും അടുപ്പത്തേക്കൊരു പാൻ വെച്ച് അതിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. അതിനോടൊപ്പം 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴിച്ചെടുക്കുക. തേങ്ങയുടെ കളർ മാറുകയും ചെയ്യരുതേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ തോരൻ തയ്യാറാക്കുമ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചതച്ചിട്ട് ബാക്കിയുള്ള തേങ്ങ അതുപോലെ തന്നെ ഇടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം തോരന് ചീരയൊക്കെ ചേർക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് വേണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചീര ചേർത്ത ഉടനെ തന്നെ അങ്ങ് അടച്ചു വെച്ച് വേവിക്കരുത്. നല്ലതായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. അതിനു മുമ്പ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ചെമ്മീൻ കുറച്ചേ ഉള്ളത് കൊണ്ടാണ് ഞാൻ തേങ്ങയുടെ മിക്സിൽ വെച്ച് ചതയ്ക്കാഞ്ഞത്. അങ്ങനെ ചതച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൊഞ്ചൊക്കെ ചേർത്ത് ഒന്നുകൂടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ചീരത്തോരൻ തയ്യാറാക്കുമ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് കൊഞ്ചൂടുള്ളത് കൊണ്ട് ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ആ തേങ്ങ ചതച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ വെള്ളമാണ് ഞാൻ ചീരയിലേക്ക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ചെറു തീയിൽ വെച്ച് ഇതിനെ വേവിച്ചെടുക്കുക. ഇപ്പം കൊഞ്ചും ചീരയൊക്കെ നല്ലതായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെള്ളം പിടിച്ചിട്ടുമില്ലേ. ഇനിയും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്നുകൂടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ചും ചീരയും കൂടെ ഉള്ള തോരൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.